ഫുക്രിയിലേക്ക് സ്വാഗതം. ഇനി അർജന്റീനയുടെ എതിരാളി പ്രീ ക്വാർട്ടറിൽ ഈജിപ്താണ്. ഈജിപ്ത് ഇന്ന് തന്നെ നടന്ന കളിയിൽ, അർജന്റീനയ്ക്ക് തൊട്ടു മുമ്പ് നടന്ന കളിയിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൗട്ട് തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലെത്തി. ചരിത്ര നിമിഷമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം. അവർ ലോകകപ്പിൽ നോക്കൗട്ടിൽ ആദ്യമായിട്ടാണ് ഒരു കളി ജയിക്കുന്നത്. എന്തായാലും ചരിത്രം കുറിച്ച ആത്മവിശ്വാസവുമായി വരുന്ന മുഹമ്മദ് സലാഹയുടെയും കുട്ടികളുടെയും മുന്നിലേക്കാണ് അർജന്റീന, കേപ്പ് വെർദയിൽ നിന്ന് രക്ഷപ്പെട്ട അർജന്റീന ചെന്ന് ചാടുന്നത്. അത് എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഈജിപ്തും ഗംഭീരമായി കളിക്കുന്ന ടീമാണ്. അവരുടെ മുഹമ്മദ് സലാഹയുടെ നേതൃത്വത്തിൽ അത്യുജ്വല കളി കളിക്കുന്നവരാണ്. അർജന്റീന ഈ കളിയാണ് കളിക്കുന്നെങ്കിൽ, കേപ്പ് വെർദയ്ക്കെതിരെ കളിച്ച കളിയാണ് കളിക്കുന്നെങ്കിൽ സംശയമാണ് ഈജിപ്തിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക. അത്രമാത്രം നിരാശപ്പെടുത്തുന്ന കളിയായിരുന്നു, നിരാശാജനകമായിരുന്നു അർജന്റീനയുടെ കളി. ഒടുക്കം കഷ്ടിച്ച് കടന്നുകൂടി രക്ഷപ്പെടുകയായിരുന്നു കേപ്പ് വെർദയ്ക്കെതിരെ. കേപ്പ് വെർദ അത്യുജ്വലമായി വീരോചിതമായിട്ടാണ് കളിച്ചത്. 3-2 കഷ്ടിച്ച് അവസാന ഘട്ടത്തിൽ, അതും അവരുടെ ഗോളി എമിലിയാനോ മാർട്ടിനസിൻ്റെ സേവുകളിലൂടെ അവർ രക്ഷപ്പെട്ടതാണ്. ഒരു സംശയവുമില്ല അർജന്റീന കടന്നുകൂടിയതാണ് എന്നതിൽ. അതുകൊണ്ട് തന്നെ അടുത്ത എതിരാളിയായ ഈജിപ്തിനെതിരെ ഈ കളിയാണ് അർജന്റീന കളിക്കുന്നതെങ്കിൽ മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഒരിക്കലും ഒരു ലോക ചാമ്പ്യന്മാരുടെ കളിയല്ല അർജന്റീന ഇന്ന് കേപ്പ് വെർദയ്ക്കെതിരെ കളിച്ചത് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈജിപ്താണ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളി. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.